ദിവസം തോറും സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾ സംഭവിക്കുന്ന കേസായിട്ട് സ്വർണ്ണക്കൊള്ള മാറുകയാണ്. ആദ്യം CPM പ്രതിരോധത്തിൽ, പിന്നെ കോൺഗ്രസ് നോട്ടപ്പുള്ളി, പിന്നീടത് BJP മുഖ്യകണ്ണിയായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് BJP നേതാക്കളുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കർണാടക മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡയും ഉപമുഖ്യമന്ത്രിയായിരുന്ന അശ്വന്ത് നാരായണനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ രണ്ടാമത്തെയാണ് ഇപ്പോൾ വലിയ പ്രതിരോധം തീർക്കുന്നത്. കേന്ദ്രമന്ത്രിയാണ് ഇപ്പോൾ മുൾമുനയിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അത് മറ്റാരുമല്ല, നമ്മുടെ സുരേഷ് ഗോപിയാണ്. എയിംസ് വരും എന്ന് പറഞ്ഞിട്ട് എയിംസ് വന്നില്ല, പക്ഷേ SIT ലിസ്റ്റിലായിട്ടുണ്ട്. പണ്ട് സുരേഷ് ഗോപി ചോദിച്ചതുപോലെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് വിജിലൻസ് ചോദിക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിപ്പോ സിനിമയിലെ ക്ലൈമാക്സ് പോലെയായി കാര്യങ്ങൾ. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് കുമാർ ഒക്കെ നാണയങ്ങളായിട്ട് സ്വർണം നൽകിയെന്ന മൊഴി SITക്ക് നൽകി കഴിഞ്ഞു. നമ്മുടെ മോഹൻലാലും സുരേഷ് ഗോപിയും മൊഴി നൽകാൻ റെഡിയാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. സ്വർണ്ണ ബിസ്ക്കറ്റുകളും നാണയം ഒക്കെ വാരിക്കോരി നൽകിയ ഭക്തരുടെ ലിസ്റ്റിൽ സിനിമാക്കാരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ശബരിമല കൊടിമരക്കൊള്ളയിൽ സിനിമാ മേഖലയിൽ നിന്നുമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വിജിലൻസ് അടുത്ത കടമ്പയിലേക്ക് കടന്നിരിക്കുകയാണ്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് കുമാർ എന്നിവരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയത്. നാണയങ്ങളായി സ്വർണം നൽകിയെന്ന് അവർ മൊഴി നൽകി. സ്വർണത്തിന്റെ കണക്കും അറിയിച്ചതായിട്ടാണ് സൂചന. മൊഴി നൽകുവാൻ തയ്യാറാണ് എന്ന് നടൻ മോഹൻലാലും സുരേഷ് ഗോപിയും വിജിലൻസിനെ അറിയിച്ചു കഴിഞ്ഞു. കൂടുതൽ താരങ്ങളുടെ മൊഴി ഈ ആഴ്ച രേഖപ്പെടുത്തും. സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള 27 പേരാണ് കൊടിമര പുനർനിർമ്മാണത്തിന് സംഭാവന നൽകിയതെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ വിജിലൻസ് DYSP CS ഹരിക്കാണ് അന്വേഷണ ചുമതല. തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റ് CI സജി ശങ്കർ, പത്തനംതിട്ട വിജിലൻസ് യൂണിറ്റ് CI രാജേഷ് കുമാർ, വിജിലൻസ് തെക്കൻ മേഖല CI അജി G നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. 2017 ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണം നടന്നത്. അന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അല്ലെങ്കിലും അന്ന് BJP നേതാവായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. നിർമ്മാണത്തിന് ആവശ്യമായ സ്വർണം സ്വീകരിക്കുന്നതിൽ ചട്ടലംഘനം നടന്നെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സിനിമാക്കാരുൾപ്പെടെ നിരവധി പേർ കൊടിമരത്തിനും വാജി വാഹനത്തിനും വേണ്ടി സ്വർണം നൽകിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിനായി സ്വർണം സ്വീകരിച്ചതിൽ മുൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ് ഗുരുതര ചട്ടലംഘനം നടത്തിയതായിട്ടും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ ഉള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസറെ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടും ഭക്തരിൽ നിന്നും ASP കുറുപ്പ് നേരിട്ട് സ്വർണം വാങ്ങിയത് ചട്ടലംഘനം ആണെന്നാണ് കണ്ടെത്തൽ. സ്വർണത്തിന്റെ അളവ് വിശദമാക്കുന്ന രസീത് നൽകുന്നതിലും വീഴ്ചയുണ്ടായി എന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണ ബിസ്ക്കറ്റുകളും നാണയങ്ങളും അടക്കമുള്ളവയാണ് ASP കുറുപ്പ് സ്വീകരിച്ചത്. ബാക്കി വന്ന സ്വർണം എവിടെ ഉപയോഗിച്ചതിലും കൃത്യമായ രേഖകൾ ഇല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശേഖരിച്ച സാമ്പിളുകൾ നാളെ SIT കോടതിയിൽ ഹാജരാക്കും. സന്നിധാനത്തെ ദ്വാരപാലപാളികൾ, കട്ടിളപ്പാളി, ശ്രീകോവിലിന്റെ വശങ്ങളിലെ തൂണുകൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച സാമ്പിളുകളാണ് കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറെടുക്കുന്നത്. തുടർന്ന് കോടതിയുടെ അനുമതിയോടെ ജംഷഡ്പൂരിലെ ദേശീയ മെറ്ററോളജിക്കൽ ലാബിലേക്ക് മാറ്റും. ഒരാഴ്ചക്കുള്ളിൽ ഫലം ലഭിക്കും എന്നാണ് സൂചന. എന്തായാലും ഒന്ന് ഉറപ്പായി, 2017 ആ പഴയ സ്വർണ്ണക്കണക്ക് ഇപ്പോൾ സുരേഷ് ഗോപിക്കും BJPക്കും നല്ല ഒന്നാന്തരം കണക്ക് തീർക്കലായി മാറിയിരിക്കുകയാണ്. എയിംസ് വന്നില്ലെങ്കിലും വേണ്ടില്ല, ഈ അന്വേഷണത്തിൽ നിന്നും തെറ്റാതെ പുറത്തു കടന്നാൽ മതിയെന്നായിരിക്കും ഇപ്പോൾ പലരും പ്രാർത്ഥിക്കുന്നത്.